കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വെള്ളാപ്പള്ളിയുടെ കൂട്ടായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചോ, പറഞ്ഞ് അല്ല, വെച്ചങ്ങോട്ട് വീക്കുക, എന്താ പറയുന്നതെന്നും ആളുകൾ എന്ത് വിചാരിക്കുമെന്നും ലോകം എന്ത് വിചാരിക്കുമെന്നും ഉള്ള ഒരു ചിന്ത രണ്ടുപേർക്കും ഇല്ല. ഞാനപ്പോൾ പറഞ്ഞങ്ങ് പോയതിന് ശേഷം ഇരുന്നൊന്ന് ചിന്തിച്ചു. സത്യമാണ്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് യാതൊരു വിധമായ ചിന്തയില്ല ലോകത്ത് നീതിയെക്കുറിച്ച് ആരെന്ത് പറയും, എങ്ങനെ ചെയ്യും, എങ്ങനെ ഉണ്ടാക്കുമെന്നൊന്നും. ട്രംപിൻ്റെ തൽക്കാല ആവശ്യം എന്തുവാ? ഈ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരുന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി കുറയ്ക്കണം. ആ ശ്രദ്ധയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഡിമാൻഡിനെ തിരിക്കണം. അത് വീണ്ടും വീണ്ടും പുറത്തു വിടണമെന്ന് ആവശ്യപ്പെടുമ്പം അളിയൻ തന്നെ നീന്തിയ പടങ്ങളും ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഉണ്ട്, അത് ഒഴിവാക്കണം. പിന്നെ ഈ എന്താ പറയുന്നത്, അത് വിറ്റു ഇത് വിറ്റു, അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്ന് വിറ്റു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ സ്വന്തം പാളയത്തിൽ സ്വന്തം അരയിൽ 10-60,000 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന വംശഹത്യാ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട, അങ്ങനെ കുറ്റം ചുമത്തപ്പെട്ട നമ്മുടെ നെതന്യാഹു ഒക്കെ കയ്യിലിരിക്കുക. ഇരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് പൊട്ടാസും കൊണ്ട് ആൾ വരുന്നു എന്ന് പറഞ്ഞ് വലിയ നടപടിയെടുത്ത് ഒരു രാജ്യത്തിൻ്റെ മേധാവിയെ അവിടെ പോയി പൊക്കി ഇങ്ങ് കൊണ്ടുവന്നത്. എന്നിട്ട് ആ രാജ്യത്തെ ഓയിലും എല്ലാം ഊറ്റി വളരെ സുഖമായി ജീവിക്കാമെന്ന് കരുതിയെങ്കിലും പറ്റുന്ന ഒരു കളിപ്പാവയെ അവിടെ കിട്ടാത്ത സ്ഥിതിയിലാണ് അളിയനുള്ളത്. അതാണ് അളിയൻ്റെ സ്ഥിതി. ഏതാണ്ട് അതിന് സമാനമായ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ നാട്ടിലെ വെള്ളാപ്പള്ളിയും. എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് കരാറുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്, പുള്ളിയെ സംരക്ഷിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്, പുള്ളിക്ക് കരിമ്പൂച്ചയുടെ സഹായവും അതോടൊപ്പം തന്നെ നിയമപരമായി കേസുമൊക്കെ തന്നിലേക്ക് ബാധിക്കാതെ സംരക്ഷിച്ച് നിൽക്കുന്നവർക്ക് ഒരു പ്രത്യുപകാരം തൻ്റെ കസേര കൊണ്ടും സ്ഥാനം കൊണ്ടും ചെയ്യണമെന്നുണ്ട്. അതിന് എന്തും അങ്ങ് വിളിച്ചു പറയുക, എന്തും. കഴിഞ്ഞ ദിവസം ഞാൻ ട്രംപിൻ്റെ ഒരു പത്രസമ്മേളനത്തെയും വാക്കുകളെയും ഒരാൾ അനുകരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ വെള്ളാപ്പള്ളി സാറിലെ പത്രക്കാരനോട് നാക്ക് കടിച്ചു പിടിച്ച ആ രംഗം ഞാൻ ഓർത്തുപോയി. ഇതേ ഒരു തമാശയ്ക്ക് ആ അനുകരണം, ഇത് ഒരു കൊമേഡിയനാണ്, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയ അദ്ദേഹം അവതരിപ്പിച്ചതാണ്. ദേ നോക്കൂ. It is a great honor for you to hear me tell you about the latest war I've ended. I'm stopping wars everywhere. 7 since I began this speech, including the War of the Roses, the War of the Worlds, War for... നമ്മുടെ ട്രംപ് അവസാനിപ്പിച്ച യുദ്ധങ്ങളുടെ കാര്യം പറയുക. വാൽക്കുരങ്ങിൻ്റെ യുദ്ധം, റോസാപ്പൂവിൻ്റെ യുദ്ധം, പിന്നെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം, ഇതെല്ലാം പറഞ്ഞ് വളരെ മനോഹരമായി അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ എന്തും പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നു നിന്ന് കാച്ചുന്നത് കണ്ടു. അതിൽ രസകരമായി എനിക്ക് തോന്നിയത്, വെള്ളാപ്പള്ളി നടേശൻ സാറ് ഇന്നലെ കൗമുദി ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു. ദേ കേട്ടോളൂ, ചിരിക്കരുത്, ദേ കേട്ടോളൂ. നല്ലൊരു ബന്ധം പോകാൻ സാധിക്കാത്ത വിധത്തിൽ അവരുമായിട്ട് ഉടക്കിക്കാനും അവർക്ക് ഉടക്കണമെന്നുള്ള ഉദ്ദേശമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അങ്ങനെ പ്രവർത്തിച്ചു. എൻഎസ്എസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർക്ക് ഒരിക്കലും ഒന്നും ഇഷ്ടമല്ല. കാരണം സംവരണ സമുദായതല്ലേ, സാമ്പത്തിക സംവരണം അവര്, സാമുദായിക സംവരണം നമ്മള്. അപ്പൊ സാമുദായിക സംവരണക്കാരായ നമ്മള് സാമ്പത്തിക സംവരണം നടന്നിരിക്കണം, എൻഎസ്എസുമായിട്ട് ചേരാൻ പാടില്ല എന്ന് പറഞ്ഞു പോരെങ്കിൽ അന്നും ഞാൻ ഈ നായർ ഈഴവൈക്യം ഹിന്ദു ഐക്യത്തെ പറ്റി പറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും അവരെന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചിന്ത ശരിയല്ല, അവരും കൂടെ പോകരുത്, അങ്ങനെ പോകുന്നത് ശരിയില്ല, നമ്മളെല്ലാം പിന്നോക്കാരാണ്, നമ്മൾ സംവരണ സമുദായക്കാരാണ്, ആ സംവരണ സമുദായം സാമ്പത്തിക സംവരണമാണ് നമ്മുടെ ലക്ഷ്യം, സാമുദായിക സംവരണമാണ് നമ്മുടെ ലക്ഷ്യം, മറ്റുള്ള സാമ്പത്തിക സംവരണക്കാരാണ്, അവർ ചതിയും ചന്തുമാരാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്കിതെല്ലാം നേടണമെന്നുകൊണ്ട് പ്രലോഭിപ്പിച്ച് ആ സഹോദര സമുദായ എൻഎസ്എസ് നേതൃത്വത്തെ പോലും ഞാൻ വെല്ലുവിളിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയല്ല, ഇവരെല്ലാം ചെയ്തു. എന്ത് തോന്നി കണ്ടപ്പോൾ? പഴയ കലാഭവൻ മ്യൂസിക് പരേഡിലെ ഒരു ഡയലോഗ് ഓർമ്മ വന്നോ? അച്ഛാ, ഈ സമൂഹത്തിൽ ആരും ഗർഭിണിയായി ജനിക്കുന്നില്ല അച്ഛാ, ഈ സമൂഹം അവരെ ഗർഭിണിയാക്കുന്നതാണ്. ഇപ്പോൾ സംഗതി, വെള്ളാപ്പള്ളി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം മുസ്ലിം ലീഗാണ് ചെയ്തത്, വെള്ളാപ്പള്ളി അല്ലേ. വെള്ളാപ്പള്ളിയുടെ ഉള്ളിലേക്ക് മുസ്ലിം ലീഗ് ഒരു ആത്മാവ് പോലെ കടന്നു കയറി ആ ശരീരത്തിൽ പ്രവേശിച്ച് ആ ശരീരം കൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും ചെയ്യിച്ചത്. നമ്മുടെ കേന്ദ്ര സർക്കാർ, മോഡിജിയും അമിത്ഷാജിയും
നമ്മുടെ ജവഹർലാൽ നെഹ്റു ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തതെല്ലാം. NSSുമായി തെറ്റാൻ കാര്യം മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ചിന്തയോ പക്വതയോ അല്ലെങ്കിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള കഴിവോ കുശാഗ്രബുദ്ധിയോ ഒന്നുമില്ലാത്ത SNDP യോഗം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ പോലും അറിയാത്ത, അതുപോലും ചെയ്തത് മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഇങ്ങനൊന്നും ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല. മുസ്ലിം ലീഗാണ് അതിനകത്ത് കയറി ഇങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ രണ്ടാം ഘട്ടമായിരുന്നു ഈ പറഞ്ഞ NSSുമായി പിണക്കുക എന്ന് പറയുന്നത്. സാധാരണ വിവാഹബന്ധം ഏർപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം മോടെ കല്യാണത്തിന് എന്തായിരുന്നു അന്ന് ഈ പറഞ്ഞ കല്യാണം നിങ്ങളുടെ ഒഴിഞ്ഞെന്ന് പറയുമ്പോൾ അതിപ്പോൾ 10-12 കൊല്ലമായില്ലയോ. അന്ന് ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു നാത്തൂന ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചതെന്ന് ചില ഭാര്യമാർ വിവാഹബന്ധം ഏർപ്പെടുത്തിയത് പറയുന്ന പോലെയാണ് വെള്ളാപ്പള്ളി എന്ന നിഷ്കളങ്കനും നിഷ്കാമകർമ്മനുമായ നല്ലൊരു മനുഷ്യൻ ഇത് പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിനോട് വലിയ ദേഷ്യവും അമർഷവും പ്രയാസമൊക്കെ തോന്നി. എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വിജിലൻസ് കേസുകളും ഈ പറഞ്ഞ കോടതിയിൽ തന്നെ തുടരുന്നതും അദ്ദേഹത്തിന് ഈ ബാക്കിയുള്ള SNDPയുടെ സമുദായത്തിൽപ്പെട്ട വിവിധ സംഘടനകളൊക്കെയും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനും ഒക്കെ കാരണമാക്കി തീർന്ന കുഴപ്പങ്ങളെല്ലാം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയോ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെയോ ഒക്കെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ചെയ്ത കാര്യങ്ങളാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ശ്രീനാരായണ ധർമ്മത്തെ ആ ആത്മാക്കൾ കയറി നിരായുധീകരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നാണ് വെള്ളാപ്പള്ളി സാർ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യരുത്. ഈ അടുത്ത സമയം വരെ ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരൻ നായർ സാറ് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അതിൻ്റെയും കാരണം മുസ്ലിം ലീഗാണ്. കാരണം ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് അതിൻ്റെ ഇടയ്ക്ക് തീർത്തിരിക്കുന്ന മറകൊണ്ട് സുകുമാരൻ നായർ സാറിന് വേണ്ടത്ര ഇദ്ദേഹവുമായിട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സ്ഥിതി. ഇതിൻ്റെ ഒരു പിൻകുറിപ്പായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, സത്യത്തിൽ ഈ കുഞ്ഞാലിക്കുട്ടിയെയും ലീഗിൻ്റെ ഉന്നത നേതൃത്വത്തെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ, ഈ പിന്നോക്ക സമുദായ മുന്നണിയൊക്കെ ഉണ്ടാക്കിയപ്പോഴും അവരാരും വെള്ളാപ്പള്ളി സാറുമായി ബന്ധപ്പെട്ടില്ല. വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു ലെവലിലുള്ള ആളുകളെ മാത്രമേ അങ്ങോട്ട് ബന്ധപ്പെടുത്തി കൊടുത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞുവെന്നോ മറ്റുള്ളവർ പറഞ്ഞുവെന്നോ ഒന്നും പുള്ളിക്ക് പറയാനൊക്കില്ല. കാരണം അവരൊന്നും ഇദ്ദേഹത്തോട് വലുതായിട്ട് പറയാൻ മെനക്കെട്ടിട്ടില്ല. സാധാരണ ഏതെങ്കിലും സമുദായ നേതാക്കളുമായി രാഷ്ട്രീയക്കാർ പല കാര്യങ്ങളും രഹസ്യവും പരസ്യവുമൊക്കെയായി പലതും ആലോചിക്കുമെങ്കിലും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് അങ്ങനെ ആലോചിക്കാൻ ആർക്കും അത്രമേൽ ധൈര്യം വന്നിട്ടില്ല. അത്രമേലുള്ള ഒരു കരുത്തനാണ് വെള്ളാപ്പള്ളി സാർ. ഏതായാലും എന്നോട് ഇച്ചതി വേണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ലീഗ് ഇച്ചതി വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് ഒരിക്കലും ചെയ്തുകൂടായിരുന്നു.